ഹായ് ഫ്രണ്ട്സ്, PSC സ്റ്റഡി വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഏറ്റവും പുതിയ ന്യൂസാണ്. LDC ട്രിവാൻഡ്രം എഴുതിയവർക്കും പത്തനംതിട്ട എഴുതിയവർക്കും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവർക്ക് എൻ്റെ പ്രൊഫൈലിൽ മെസ്സേജ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മെസ്സേജ് വരാത്ത എല്ലാവരും ടെൻഷനിലായിരിക്കും അല്ലേ. അപ്പോൾ പെട്ടെന്നൊന്നും എല്ലാവർക്കും മെസ്സേജ് റിസീവ് ആകണം എന്നില്ല. അപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടായിരിക്കും നിങ്ങൾക്ക് മെസ്സേജ് വരുന്നത്. ചുമ്മാ ടെൻഷൻ അടിച്ചിട്ട് നിന്ന് ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ LDC എഴുതിയതിന് ശേഷം ഓരോ സാറുമാർ കട്ട് ഓഫ് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. ട്രിവാൻഡ്രം LDCയിൽ നമ്മുടെ മൻസൂർ അലി സാർ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് 65-ന് ഇടയിലായിരുന്നു കട്ട് ഓഫ്. അങ്ങനെ കൂടുതൽ ആരും പറഞ്ഞിട്ടില്ലായിരുന്നു കട്ട് ഓഫ്. അപ്പോൾ നമ്മൾക്ക് പ്രതീക്ഷിച്ചതിൽ നിന്നും ഒരുപാട് കൂടുതലാണ് കട്ട് ഓഫ് വന്നതായിട്ടാണ് സൂചനയുള്ളത്. 70 മാർക്കാണ് കട്ട് ഓഫ് ഇപ്പോൾ കൂടുതൽ പേരും പറയുന്നത് കേട്ടോ. ഞാനും ട്രിവാൻഡ്രം LDC ആണ് എഴുതിയിരുന്നത്. 70 മാർക്കിന് മുകളിൽ ഞാനും എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് ഇതുവരെയും മെസ്സേജ് റിസീവ് ആയിട്ടില്ല. പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ആൾറെഡി എനിക്ക് OTV സർട്ടിഫിക്കറ്റ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണോ റിസീവ് ആകാത്തത് എന്നതും ഒരു ഡൗട്ടാണ്. പിന്നെ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ജോലി കിട്ടണം എന്നില്ല. അതുകൊണ്ട് കൂടുതലൊന്നും ടെൻഷൻ അടിക്കേണ്ട ആരും. കട്ട് ഓഫ് എന്തായി എന്ന് നമ്മൾ വിചാരിച്ച് ചുമ്മാ ടെൻഷൻ അടിച്ച് സമയം വേസ്റ്റ് ആക്കുകയാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ PSC എന്താണ് തിങ്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. എങ്ങനെ ലിസ്റ്റ് ചുരുക്കാം എന്നായിരിക്കും അവർ തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മോട്ടോ ഒന്നായിരിക്കണം, ജോലി കിട്ടും വരെ പഠിക്കണം. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് എക്സാമായ സെക്രട്ടേറിയറ്റ് OAക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടും ഒരു ദിവസം പോലും പാഴാക്കാതെ എല്ലാവരും പ്രിപ്പയർ ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും LDC റിസൾട്ട് വരുന്നത് വരെ നമ്മൾ നമ്മുടെ ടെൻഷനൊക്കെ കളഞ്ഞിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കും കേട്ടോ എല്ലാവരും.